നമസ്കാരം. എല്ലാ സി കേരള പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇന്നെല്ലാവരും ഓണാഘോഷത്തിൻ്റെ പിറകെയാണെന്നൊക്കെ അറിയാം. ലോകമെമ്പാടുമുള്ള മലയാളികൾ ഓണാഘോഷത്തിലാണ്, ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിലാണ്, അവർ വീട്ടിൽ ഊഞ്ഞാലാട്ടവും അത്തപ്പൂക്കളവും എല്ലാവരും ഇന്ന് ഭയങ്കര തിരക്കിലാണെന്നൊക്കെ അറിയാം. എപ്പോഴും ഓണം എന്ന് പറയുമ്പോൾ ഒരു പുതുമയുള്ളതാണ്. അതിപ്പോൾ പൂക്കളം ഇടുന്നതിലാണെങ്കിലും പുലികളിയിലാണെങ്കിലും എല്ലാത്തിലും പുതുമയുള്ള ഒരു നല്ലൊരു കാലമാണ് നമ്മുടെ ഓണക്കാലം. അപ്പോൾ പുതുമ നിറഞ്ഞ ഈ ഓണക്കാലത്ത് നിങ്ങൾക്ക് കുറച്ച് പുതുമയുള്ള രുചിക്കൂട്ടുകൾ വേണം അല്ലേ? പൊന്നോണ രുചികൾ കോ-പവേർഡ് ബൈ വിംമാൻ, സ്പെഷ്യൽ പാർട്ട്ണർ പ്രസ്റ്റീജ് എഡ്ജ് ഗ്യാസ് സ്റ്റൗ. പൊന്നോണ രുചികൾ കോ-പവേർഡ് ബൈ വിം, സ്പെഷ്യൽ പാർട്ട്നേഴ്സ് റിപ്പിൾ ടീ, പ്രസ്റ്റീജ് എഡ്ജ് ഗ്യാസ് സ്റ്റൗ, വിജയലക്ഷ്മി ഹോം അപ്ലയൻസസ്. ഇന്ന് നിങ്ങൾക്ക് നല്ല കുറേ രുചിക്കൂട്ടുകൾ സമ്മാനിക്കാനായി നമ്മളോടൊപ്പം 8 സുന്ദരികൾ ചേരുന്നുണ്ട്. ആരാന്നല്ലേ? നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം നിയ രഞ്ജിത്ത്, ഐശ്വര്യ രാജീവ്. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. എന്തൊക്കെയാണ് നിങ്ങൾ രണ്ടാളുടെ ഓണവിശേഷങ്ങൾ? ആദ്യം തന്നെ ഞങ്ങളുടെ എന്താ പറയുക, ഓണ ആശംസകൾ സി കേരളത്തിന്റെ വ്യൂവേഴ്സിനോട് പറയണ്ടേ? തീർച്ചയായും. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. എന്തൊക്കെയാണ് നിങ്ങളുടെ ഓണവിശേഷങ്ങൾ? എവിടെ വരെ എത്തി ഓണാഘോഷം? ഇന്ന് തിരുവോണമാണ്. പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല സുന്ദരികളായിട്ട് വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം സത്യം പറഞ്ഞാൽ നമ്മൾ ആർക്കും ഓണം ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതെ. അപ്പോൾ ഈ വർഷമെങ്കിലും നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ കൂടാൻ പറ്റി. അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ പറഞ്ഞ പോലെ ദുരിതാശ്വാസം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെല്ലാവരും തന്നെ ഓടി നടക്കുമായിരുന്നു എല്ലാവരെയും സഹായിക്കാനൊക്കെ ആയിട്ട്. ഈ വർഷമെങ്കിലും നമുക്ക് കുറച്ച് പേർക്കെങ്കിലും സന്തോഷമായിട്ട് നമുക്ക് ഈ തിരുവോണം കൂടാൻ പറ്റി. അതിന് ദൈവത്തിനോട് നന്ദി പറയണം. പിന്നെ എന്താ ഞങ്ങളുടെ വിശേഷം എന്ന് പറഞ്ഞാൽ അൻഷിതയ്ക്ക് പിന്നെ സി കേരളം പ്രേക്ഷകർക്കും ഞങ്ങൾ നല്ലൊരു കരിക്കു പായസമാണ് ഇന്ന് റെഡിയാക്കുക. നല്ല മധുരമുള്ള ഓണമാണ് ഇന്ന് നമുക്ക് തരാൻ പോകുന്നത് അല്ലേ? ഐഷു, എന്തൊക്കെയാണ് വിശേഷം? വിശേഷം എന്ന് പറഞ്ഞാൽ ഓണത്തിന് വിശേഷം എന്ന് പറഞ്ഞാൽ എല്ലാവരെ പോലെ തന്നെ ഇതുപോലെ സദ്യ ഉണ്ടാക്കുക, പായസം ഉണ്ടാക്കുക. ഞാനല്ല, അമ്മ. ആ മൂളല്ലേ എനിക്ക് മനസ്സിലായി, കാര്യം മനസ്സിലായി. അല്ല, ഇവിടെ ഐഷുവിന്റെ വീട്ടിൽ നിന്ന് പറയാറുള്ളത് ഐഷുവിന്റെ വീട്ടില് അമ്മയ്ക്ക് ഒരു ജോലിയില്ല, ഐഷുവാണ് എല്ലാം ചെയ്യുന്നത്. അതെ അങ്ങനെ പറയാൻ ഇങ്ങനെ മുമ്പിൽ നിങ്ങൾ രണ്ടുപേരും കൂടെ എന്നെ നടുക്ക് നിർത്തിയിട്ട് ഇങ്ങനെ തള്ളരുത്. ഐഷു ഇവിടെ വന്നിട്ട് ചേച്ചി ഞാൻ എങ്ങനെ ഇളക്കി തരണം, അല്ല കുറെ എന്തൊക്കെയോ പഠിച്ചു വെച്ചിട്ടുണ്ട്. അല്ല, ഇന്ന് പ്രേക്ഷകർക്ക് ഒരു ഡൗട്ട് ഉണ്ട്, ഇതെന്താ രണ്ടാള്? ചിലപ്പോ ഓണം ആയതുകൊണ്ട് കുറെ കളർഫുൾ ആവാൻ വേണ്ടിട്ട്. അതല്ല, മനസ്സിലായി. ഒരാള് പാചകം ചെയ്യാൻ, ഞാൻ കഴിക്കാൻ. പറയ എന്തൊക്കെയാ ഓണവിശേഷം? ഓണവിശേഷം എന്ന് പറഞ്ഞാൽ എല്ലാ മലയാളികളെയും പോലെ തന്നെ നമ്മൾ അന്ന് രാവിലെ അമ്പലത്തിലൊക്കെ പോയി തൊഴുത് പ്രാർത്ഥിച്ച് പിന്നെ സദ്യ ഉണ്ടാക്കുക. അതാണല്ലോ മെയിൻ കാര്യം. സദ്യ ഉണ്ടാക്കുക, പായസം വെക്കുക, പിന്നെ കസിൻസിന്റെ വീട്ടിൽ പോവുക, അവിടുന്ന് സദ്യ കഴിക്കുക. അപ്പം അത് ഓണത്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എല്ലാവരുടെ വീട്ടിൽ പോവാ, എല്ലാവരെയും കാണാൻ. ഒരു അപ്പോഴല്ലേ നമുക്ക് എല്ലാവരും ഒരുമിച്ച് കാണാം, അവധിയാണ്. അതാണ് ഭയങ്കര ഒരു സന്തോഷമുള്ള, കുഞ്ഞിലെ മുതലേ ഉള്ള ഒരു ഇതാണ്. ഓണത്തിന് ലൊക്കേഷനിൽ പെട്ടിട്ടുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും. അവിടെ എങ്ങനെയുണ്ട്? അവിടെ എല്ലാവരും കൂടെ സദ്യ വെക്കും. അന്ന് അവിടെ എല്ലാവരും കൂടെ സദ്യ വെക്കാനായിട്ട് നോക്കും. കുറെ ഇടയ്ക്കിടയ്ക്ക് പോയി ഓരോ ഷോട്ടിൻ്റെ ഇടയ്ക്ക് പോയി നോക്കും, ഇളക്കും, എന്തെങ്കിലും കരിഞ്ഞു കൊടുക്കും, പെട്ടെന്ന് വരും. അങ്ങനെ ഓണത്തിന് ലൊക്കേഷനിലാണെങ്കിൽ അപ്പോൾ എല്ലാവരും ഒരു കുടുംബം പോലെ ഒരുപാട് നാളായിട്ടുള്ളവരല്ലേ. അപ്പോൾ അവരുടെ എല്ലാവരെയും കൂടെ ഒരുമിച്ച് സദ്യ ഉണ്ടാക്കി കഴിക്കുക, അത് ഭയങ്കര ഒരു സന്തോഷമാണ്. കുക്ക് ചെയ്യാറുണ്ടോ? കുക്ക് ചെയ്യാറുണ്ടോന്ന് പറഞ്ഞാൽ സഹായിക്കും, ചെറിയ രീതിയിൽ. അങ്ങനെയല്ല, അമ്മയെ സഹായിക്കും. എപ്പോഴും അമ്മ അടുക്കളയിൽ പോകുമ്പോഴത്തേക്കും ഞാനും കൂടെ ഉണ്ടാവും, അമ്മയെ സഹായിക്കും. എപ്പോഴും അമ്മ ഉണ്ടാക്കുന്ന കഴിക്കാനാണല്ലോ നമുക്ക് ഇഷ്ടം, അതാണല്ലോ നമുക്ക്, അതിനാണല്ലോ രുചി. അമ്മ കേൾക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഐഷു ഇത് പറഞ്ഞത്. അല്ല, എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ. അപ്പൊ രണ്ടാൾക്ക് വേറെ എന്തൊക്കെയാണ് വിശേഷം? വർക്ക്, പിന്നെ അല്ലാതെ പേഴ്സണൽ കാര്യങ്ങൾ എന്തൊക്കെയാണ്? വേറെ എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് ഈ പറയുന്ന പോലെ കുറച്ച് ഫാഷൻ ഡിസൈനിങ് ഒക്കെ തലയ്ക്ക് കയറിയിട്ട് ഒരു 5 വർഷം മുമ്പ് ഞാനൊരു ഷോപ്പൊക്കെ തുടങ്ങി. ഈ പറയുന്ന പോലെ ഡിസൈൻ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങാൻ വയ്യ. കാരണം ആളുകൾ എപ്പോഴും എന്നെ അടിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സമയത്തിന്, ഓണത്തിന് അറിയാലോ ഭയങ്കര തിരക്കായിരിക്കും, സമയത്തിന് ആളുകൾക്ക് ഡ്രസ്സ് കൊടുക്കാന്നുള്ളതുണ്ട്. അതുകൊണ്ട് പാവാന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ആളുകളെ തല്ലിക്കൊല്ലും സമയത്തിനും. അപ്പൊ അതിന്റെ ഒരു ടെൻഷനുണ്ട്. പക്ഷെ ഇറ്റ്സ് ഫൺ, നമുക്ക് ഇങ്ങനെ എൻജോയ് ചെയ്യാൻ. നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നമ്മുടെ കസ്റ്റമേഴ്സ് നമുക്ക് ഫോട്ടോസ് ഒക്കെ അയക്കുമ്പോൾ ഭയങ്കര സന്തോഷം. സ്വന്തം ഡിസൈൻ ചെയ്തതാണ്. താങ്ക് യു. അപ്പോൾ അങ്ങനെ പോന്നു. പിന്നെ മോന് തിരുവോണത്തിൻ്റെ അന്ന് പായസത്തിൻ്റെ കുറേ ലിസ്റ്റ് തന്നിട്ടുണ്ട്.
കാരണം അവൻ എന്താന്ന് വെച്ചാൽ അവന് പരിപ്പ് പായസം എൻ്റെ ചേച്ചിയുടെ മോന് പരിപ്പ് പായസം വേണം, പിന്നെ എൻ്റെ മോന് വെള്ള പായസം, അതായത് വൈറ്റ് കളറിലുള്ള പായസമേ പറ്റത്തുള്ളൂ. അങ്ങനെ വീട്ടിൽ പലരുടെ ഇപ്പം ഈ പറയുന്ന പോലെ നമ്മൾ ഈ ഇങ്ങനെ കുക്കറി ഷോ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ആളുകളുടെ വിചാരം എല്ലാം എൻ്റെ തലയിലേക്ക് ഇടുന്നതാണ്. അപ്പം മോനൊരു ലിസ്റ്റ് തന്നിട്ടുണ്ട്, ചേച്ചിയുടെ മോനൊരു ലിസ്റ്റ് തന്നിട്ടുണ്ട്. അപ്പം ഇവരുടെയൊക്കെ ഉള്ള ഒരു എന്താ പറയുക, എല്ലാവരുടെയും ആ മെനു ഞാൻ ഫിക്സ് ചെയ്യണം. അപ്പൊ നമുക്ക് നേരെ ചേച്ചിയുടെ വീട്ടിലോട്ട് പോവാം. അതെ അതെ അതെ. പായസങ്ങളുടെ ഒരു കലവറയാണ് ബന്ധുക്കളൊക്കെ ആയിട്ട് 10-15 പേരുണ്ട്. സാരല്ല, നിങ്ങളും കൂടി പോരെ, ഞാൻ ഒന്ന് ആഞ്ഞൊന്നും എന്താ പറയാ മുറുക്കി കൊടുത്തിട്ട് ഞാൻ അങ്ങ് ഇറങ്ങും. അത് തന്നെ. ഐഷു അല്ല, എന്തൊക്കെ വിശേഷം? ഡാൻസ് ഷോസ് ചെയ്യുന്നുണ്ട്. ഡാൻസ് അപ്പം നമ്മുടെ ഷോസിന് വേണ്ടിയിട്ട് കുറച്ച് കുട്ടികളെ പഠിപ്പിച്ച് അങ്ങനെ സ്വന്തമായിട്ടൊരു ചെറുതായിട്ട് പഠിപ്പിക്കുന്ന കുട്ടികളെ എനിക്കൊന്ന് കാണണം. അപ്പം അവരെ പഠിപ്പിച്ച് ഇങ്ങനെ ഷോസ് ചെയ്യുന്നുണ്ട്, ഡാൻസ് ഷോസ് ചെയ്യുന്നുണ്ട്. പിന്നെ പഠിത്തം ഇപ്പം MBAക്ക് ജോയിൻ ചെയ്യാനായിട്ട് പോകുന്നു. അങ്ങനെ മുന്നോട്ട് പോകുന്നു. ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പൊതുവേ കണ്ടിരിക്കണം, എൻ്റെ ഫ്രണ്ട്സൊക്കെ MBAക്ക് ചേർന്നാൽ പിന്നെ അവർക്ക് എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അത് കളയാം, എന്നിട്ട് ബിസിനസ് എന്നും പറഞ്ഞിറങ്ങാം. അപ്പൊ ഇനി നീയും ബൊട്ടിക് ബിസിനസ്സിലേക്ക് ഇറങ്ങും. ഞാൻ അങ്ങനെ എനിക്ക് അങ്ങനെ ബിസിനസ് MBA പഠിച്ചു കഴിഞ്ഞാൽ അത് വരും, അങ്ങനെ പിന്നെ നമുക്ക് തോന്നും ഈ പറയുന്ന പോലെ വെറുതെ ഒന്ന് MBA പഠിച്ചു എന്ന് അത്രേ ഉള്ളൂ. നമുക്ക് ഇങ്ങനെ ഡാൻസും പാട്ടും ഇതുവരെ സീരിയൽ ഫീൽഡിൽ നമുക്ക് വർക്കൊക്കെ ചെയ്ത് എന്തായാലും പഠിക്കാനുള്ള നല്ല കാര്യമാണ്. പണ്ട് ഞാനൊക്കെ വന്ന ആ ഒരു 2006 ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പഠിത്തത്തിന് അത്ര ആരും വലിയ പ്രാധാന്യമൊന്നും കൊടുത്തില്ല. ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് വന്നത്. എന്നാലും ഈ സീരിയൽ ഫീൽഡിലേക്ക് അല്ലെങ്കിൽ ഫിലിം ഫീൽഡിലേക്ക് വരുമ്പോൾ പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ പ്രത്യേകിച്ച് തിരക്കാണ്. അപ്പം പഠിത്തം അങ്ങനെ ആരും, പക്ഷെ ഇപ്പോഴത്തെ കാലം അങ്ങനെയല്ല. ഇപ്പോഴത്തെ കുട്ടികൾ കുറച്ചും കൂടി സ്മാർട്ടാണ്. എന്താ പറയുക, പെട്ടെന്ന് പുതിയ പുതിയ കോഴ്സ് പഠിക്കാനും എല്ലാം ഓൺലൈനും ഒക്കെ ഉണ്ടല്ലോ ഇപ്പം. നല്ല ഇതാണ്, അപ്പം നല്ല കാര്യം കേട്ടോ. അപ്പം എന്തായി, നീ എവിടെ വരെ പഠിച്ചു? ഞാൻ ജീവിതമേ പഠിച്ചു. കോഴ്സ് വേണ്ടി ചെയ്തു. ഇവിടെ MBA ചെയ്യുകയാണെങ്കിൽ നീയും എന്തെങ്കിലും. അതെ, ഞാൻ ആലോചിക്കായിരുന്നു ഐഷുവിന്റെ കൂടെ കൂടിയാലോ. നമുക്ക് ഒരുമിച്ച് ചെയ്യാം. അയ്യോ, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ഐഷുവിന്റെ കൂടെ കൂടാനേ പറ്റില്ല. ഞാൻ ഇപ്പൊ ഇവിടെ അടങ്ങി നിൽക്കുകയാണ്. ഐഷുവിന്റെ കൂടെ കൂടി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ അടങ്ങി നിൽക്കില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഭയങ്കര പെടപ്പത്തിയാണല്ലേ? ഇച്ചിരി അലമ്പാണെന്നേ ഉള്ളൂ, ഇത്തിരി ബഹളവും കാര്യങ്ങളും ഉണ്ടെന്നേ ഉള്ളൂ. എനിക്കറിയാം, എന്റെ സ്വഭാവം എനിക്കറിയാലോ. അപ്പൊ ഞാൻ പൊതുവെ അലമ്പാണ്. പുറത്തിറങ്ങുമ്പോൾ, വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഇച്ചിരി ഇങ്ങനെ ഡീസെന്റ് ആയിട്ടൊക്കെ നിൽക്കും. പക്ഷെ ഈ പറയുന്ന പോലെ ഈ ആളാരാന്ന് വിചാരം. അവള് നല്ല അലമ്പിയാ. എന്നിട്ടാണ് നിന്നെ ഞാൻ ഇപ്പൊ കുറച്ച് ഡീസെന്റ് ഒക്കെ ആയിട്ട് നിൽക്കെങ്കിലും കുറച്ച് ക്ലോസ് ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഭയങ്കര നമ്മൾ എൻജോയ് ചെയ്ത് അങ്ങനെ അലമ്പാവും. മനസ്സിലാവും, എനിക്കറിയാം, എനിക്കത് മനസ്സിലാവും. അപ്പം ഇന്നത്തെ നമ്മള് എന്താണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്, നമ്മുടെ പ്രേക്ഷകർക്ക് എന്താണ് പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്? ഓക്കെ, അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി തയ്യാറാക്കാൻ പോകുന്നത് കരിക്ക് പ്രഥമനാണ്. കരിക്ക് പ്രഥമൻ ആ ഒരു വെറൈറ്റി കഴിച്ചിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ടാണ്. ചേച്ചി കഴിച്ചിട്ടുണ്ടോ? ഞാൻ കഴിച്ചിട്ടുണ്ട്. പ്രഥമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രേഷ്ഠമായ, അല്ലെങ്കിൽ സദ്യയിൽ ഏറ്റവും ഒഴിവാക്കാൻ പറ്റാത്തത്, അങ്ങനെ. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ മറ്റ് പായസങ്ങളൊക്കെയാണ് തയ്യാറാക്കാറ്. ഇന്ന് പക്ഷെ നമ്മൾ കരിക്കിനെയാണ് കൂട്ടുപിടിച്ചിരിക്കുന്നത്. കാരണം കരിക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. കരിക്കിൻ്റെ ഐസ്ക്രീം ആണെങ്കിലും കരിക്ക് ചുമ്മാ കഴിക്കാനാണെങ്കിലും എല്ലാ രീതിയിലും കരിക്ക് വളരെ നല്ലതാണ് ആരോഗ്യത്തിന്. അപ്പോൾ ഞാൻ വിചാരിച്ചു കരിക്ക് വെച്ചിട്ടൊരു പ്രഥമൻ തയ്യാറാക്കാം. അപ്പൊ നിങ്ങൾ ഇതൊക്കെ റെഡിയാക്കുന്ന സമയത്ത് നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു ബ്രേക്ക് കൊടുത്താലോ? ആയിക്കോട്ടെ. പൊന്നോണ രുചികൾ കോ പവർഡ് ബൈ വിം ആൻഡ് സ്പെഷ്യൽ പാർട്ട്ണർ പ്രസ്റ്റീജ് എഡ്ജ് ഗ്യാസ് സ്റ്റവിൽ ഇനി ഒരു ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു പൊന്നോണ രുചികൾ കോ പവർഡ് ബൈ വിം ആൻഡ് സ്പെഷ്യൽ പാർട്ട്ണർ പ്രസ്റ്റീജ് എഡ്ജ് ഗ്യാസ് സ്റ്റവ്. പ്രേക്ഷകരെല്ലാവരും ചേച്ചിയുടെ പായസം കഴിക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അവർ കാണാൻ കാത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ആയിക്കോട്ടെ. അപ്പോൾ നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് പറയാം. കരിക്ക് നല്ല ചെറുതായിട്ടരിഞ്ഞ കരിക്കാണ് വേണം. പിന്നെ നമുക്ക് തേങ്ങാപ്പാൽ 1-ാം പാലും 2-ാം പാലും വേണം. പിന്നെ നമുക്ക് നെയ്യ് വേണം, ശർക്കര പാനി വേണം, പിന്നെ കാഷ്യൂസ്, റേസിൻസ്, ഏലക്ക പൊടിച്ചത്. ഇത്രയും ചേരുവകൾ മതി. വളരെ എളുപ്പമാണ്, നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ? ഒന്ന് കൊതി വെക്കാതിരിക്കാവോ ദൈവത്തെ? അല്ല, എന്നോട് ആരാ പറയുന്ന കൊതി വെക്കല്ലേന്ന്? വീട്ടിൽ നിന്ന് വന്നപ്പോഴേ ഇത് കഴിക്കാൻ കൊതിയും വെച്ച് വന്ന ആളാ.
ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ പ്രാർത്ഥിച്ച് തുടങ്ങാൻ പോവാണ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ കാഷ്യൂസ് റേസിൻസും ഞാൻ ആദ്യം വറുത്ത് കൊരാന്ന് വിചാരിച്ചു. പക്ഷെ പ്രേക്ഷകർക്ക് മനസ്സിലായി കാണുമല്ലോ, ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കഴിച്ചോണ്ടി ലാസ്റ്റ് എനിക്ക് പിന്നെ മുകളിൽ ഗാർണിഷ് ചെയ്യാൻ ഉണ്ടാവത്തില്ല. അതുകൊണ്ട് അത് ഞാൻ ഏറ്റവും ലാസ്റ്റേ ചെയ്യുന്നുള്ളൂ. ഇങ്ങനെയൊന്നും നമ്മുടെ ഡിഷിന്റെ ഭംഗി അതാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിന്റെ ഒരു കോംപ്രമൈസ് ഇല്ല. അല്ല വേണ്ട, ഞങ്ങക്ക് വേണ്ട, നന്നായിട്ട്. പക്ഷേ പായസത്തിൽ വേണം. ഗാർണിഷ് ചെയ്ത് കഴിയുമ്പോ ഓക്കെ, ഐഷു എന്നാ ഇങ്ങോട്ട് നിൽക്കോ. പിന്നെന്താ, ഓക്കെ, സ്ഥാനമാറ്റം കിട്ടി വരൂ. ചേച്ചി ഇപ്പൊ കുക്ക് ചെയ്യാനൊക്കെ പോവാ. ഈ ഗ്യാസ് സ്റ്റൗവിന് ഒരു പ്രത്യേകത ഉണ്ട്, അറിയോ എന്താന്ന്? ഈ ഗ്യാസ് സ്റ്റൗ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ ഞാൻ സത്യം പറഞ്ഞ ഇത് കണ്ടപ്പോ ഞാൻ മേടിച്ചോ. വേൾഡിലെ ഏറ്റവും സ്ലിമ്മസ്റ്റ് ആയിട്ടുള്ള ഗ്യാസ് സ്റ്റൗ ആണ് നമ്മുടെ പ്രസ്റ്റീജിന്റെ ഈ ഗ്യാസ് സ്റ്റൗ. നല്ല ഭംഗിയുണ്ട്. ഈ ഒരൊറ്റ കളറേ ഉള്ളൂ. എത്ര കളർ വേണമെങ്കിലും പ്രസ്റ്റീജ് തരും. അതെ അല്ലേ, നല്ല ഭംഗിയുണ്ട്, നല്ല കളർഫുൾ ആയിട്ട്. നല്ല ഇത് പിടിക്കുമ്പോഴും നല്ല സോഫ്റ്റ് ആണ്. നല്ല ഇത് അപ്പൊ ആ ഹീറ്റ് ഒക്കെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? ഒരു കുഴപ്പമില്ല, നിങ്ങളായിട്ട് കുഴപ്പമുണ്ടാക്കി. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ആദ്യം തന്നെ നമ്മള് ഇങ്ങനെ കിടന്ന് വീഴുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ അത് നിർബന്ധമായിട്ടും പറയുന്നത്. ഓക്കെ, ഇത്രയും മതി, ഒത്തിരി ആവശ്യമില്ല. നന്നായിട്ട് വെള്ളത്തിൽ മുങ്ങി കിടക്കുന്ന പാകം, ആ ഒരു പാകമാണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമുക്ക് സ്റ്റൗ ഓൺ ചെയ്താലോ? ഓൺ ചെയ്യാം. അപ്പൊ ഇനി ഇത് നന്നായിട്ട് ഈ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് വേവണം. ഐഷു, സമയമുണ്ട് അത് വേവാനായിട്ട്. അപ്പൊ നമുക്കൊരു ചെറിയ പാട്ടായാലോ? നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഒരു ഓളത്തിന് 2 ഐഷു തുടങ്ങിക്കോ, ഞങ്ങൾ എവിടെയെങ്കിലും കയറി പിടിക്കും. ഓക്കെ. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കും മുട്ടില്ല താനും കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പൊളിവചനം കള്ളം പറയും ചെറുനറിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല. അയ്യോ അടിപൊളി. ചേച്ചി എന്തായി നമ്മുടെ കരിക്ക്? അതെ, പറഞ്ഞ പോലെ ഞാൻ നിങ്ങളുടെ വർത്താനത്തിന്റെ അകത്തായിപ്പോയി. നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലും 1-ാം പാലും 2-ാം പാലും ആണ്. അത് നമ്മൾ പ്രീതിയുടെ ഈ ജാറിലിട്ട് അരച്ചെടുത്തുകൊണ്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു നല്ലൊരു ഫോമിൽ കിട്ടിയിട്ടുണ്ട്. ഐഷു, അൻഷിത, ഒരു ചോദ്യം ചോദിക്കട്ടെ? നാളെ കല്യാണമൊക്കെ കഴിഞ്ഞ് വല്ലവരെയൊക്കെ വീട്ടിൽ ചെന്ന് കയറേണ്ട പിള്ളേരാണ്. അപ്പോ നമുക്ക് ഒരു ചോദ്യം ചോദിക്കാം, ചുമ്മാ ഒരു ഫൺ. നമ്മുടെ പ്രേക്ഷകർക്ക് പറയാൻ പറ്റുമല്ലോ നിങ്ങളുടെ കുക്കിങ്ങിനെ പറ്റിയുള്ള നോളജ്. കുക്കിംഗ് ആണോ? എങ്കിൽ ചോദിക്കൂ. ഞാൻ ഇതൊരു തമാശക്ക് ചോദിക്കുന്നതായിട്ട്. ഇവർക്ക് അറിയാമോ എന്ന് എനിക്കറിയാം, മിക്കവാറും ഇവർക്ക് അറിയായിരിക്കും. ഇവരൊക്കെ ആരാ മക്കളെന്ന് അറിയാമോ? ചോദിക്കാം. നമ്മുടെ ഈ തേങ്ങാപ്പാല് ഇപ്പൊ ഇങ്ങനെ 1-ാം പാല് 2-ാം പാലെന്നൊക്കെ പറയുമല്ലോ, എന്താ സംഭവം അത്? ഐഷു പറയൂ. എനിക്കറിയാം, ഇതൊക്കെ ഇത്ര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കല്ലേ. അൻഷി, നിനക്കത് അറിഞ്ഞൂടാ? ഐഷു, ഈ കളികളൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. എന്താ പറ?
നമ്മൾ തേങ്ങ മുറിക്കുമ്പോൾ രണ്ടായിട്ട് കിട്ടില്ലേ, അതില് ഒരു തേങ്ങയ്ക്കകത്തുനിന്ന് വരുന്നത് ആദ്യം എടുക്കുന്നത്. സൂപ്പർ. അതാണ് രണ്ടാമത്തെ തേങ്ങ എടുക്കുന്നത് നാട്ടുകാരെന്നെ തല്ലിക്കൊല്ലും ആൾക്കാരെ കൊണ്ട്. ഞാൻ പറഞ്ഞല്ലേ ചോദിക്കേണ്ടത്. ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ ഈ പ്രസ്റ്റീജിന്റെ ഡിലൈറ്റ് പ്ലസ് മിക്സിയിൽ എത്ര വേണോ തേങ്ങ എടുത്തോ, കുറച്ചിടുന്നു, നന്നായിട്ട് അടിക്കുന്നു. അതിന് നമ്മളൊരു വെള്ള തുണിയിലെടുത്ത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കും. അതാണ് ഒന്നാം പാല്. ഈ സെയിം തേങ്ങ, അതായത് നമ്മൾ ഈ പിഴിഞ്ഞു വെച്ച തേങ്ങ തന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് മിക്സിയിലിട്ട് ഒന്നും കൂടി അടിച്ച് അത് പിഴിഞ്ഞെടുക്കുന്നതാണ് രണ്ടാം പാല്. എനിക്കിതൊക്കെ അറിയായിരുന്നു. ഇതൊക്കെ എൻ്റെ ഒരു നമ്പരല്ലേ. ഞാൻ എൻ്റെ അപ്പൂപ്പനൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ ഈ പായസം ഇളക്കുമ്പോഴത്തേക്കും കാണിച്ചു ഇങ്ങനെ ഇളക്കുന്ന സമയത്ത് ഇങ്ങനെ ഇതിൻ്റെ അകത്തൊന്ന് ശ്രീന്ന് എഴുതണം. ഇങ്ങനെ എഴുതണം ഇതിൻ്റെ അകത്ത്. അപ്പോഴത്തേക്കും എല്ലാ ഭാഗവും ഇങ്ങനെ ഇളകി ഫുള്ള് നന്നായിട്ട് ഇങ്ങനെ ഇളകി വരും. കാരണവന്മാർ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ അറിയോ? എനിക്ക് ഇത്ര വിവരമുണ്ട്. ഇതൊക്കെ കൈ വെച്ചിട്ടാ സത്യം പറഞ്ഞ എനിക്ക് അറിഞ്ഞൂടാ. എങ്കയോ പോയിട്ടാ. നമ്മുടെ ഇതെന്തായി, പായസം എന്തായി? അതെ, നമുക്ക് കുറച്ച് ക്ഷമ വേണം. ഇതിങ്ങനെ വരട്ടി എടുത്താലാണ്. ഓക്കെ, ക്ഷമ തരാം. അപ്പൊ നമുക്ക് ചെറിയ ഇടവേളയിലേക്ക് പോയാലോ? ആയിക്കോട്ടെ. പൊന്നോണ രുചികൾ കോ പവർഡ് ബൈ വിം ആൻഡ് സ്പെഷ്യൽ പാർട്ട്ണർ പ്രസ്റ്റീജ് എഡ്ജ് ഗ്യാസ് സ്റ്റൗവിൽ ഇനി ഒരു ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു പൊന്നോണ രുചികൾ കോ പവർഡ് ബൈ വിം ആൻഡ് സ്പെഷ്യൽ പാർട്ട്ണർ പ്രസ്റ്റീജ് എഡ്ജ് ഗ്യാസ് സ്റ്റൗ. നമ്മുടെ നിയ ചേച്ചി ഇവിടെ പായസം എന്താക്കിന്ന് അറിയണ്ടേ? നിയ ചേച്ചി, എന്തായി പായസം? ഒരു കാര്യം ചെയ്യാം, നെയ്യ് ചേർക്കാം. ഓക്കെ. നമ്മളെ ശർക്കരയൊക്കെ നന്നായിട്ട് കരിക്കിൽ പിടിച്ചിട്ടുണ്ടല്ലേ? കളറൊക്കെ നല്ല ചേഞ്ച് ആയി, നല്ല ഭംഗിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നെയ്യ് നന്നായി മെൽറ്റ് കണ്ടോ? അതേ ഇപ്പൊ നല്ല അങ്ങനെ കുറുകി ആ നെയ്യ് അങ്ങോട്ട് ഇളകിയിട്ട് നല്ല ഭംഗിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞ ആ ഒരു പാകമാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ ശർക്കരയുടെ മധുരം എല്ലാം കരിക്കിൽ പിടിച്ചിട്ടുണ്ട്. പിന്നെ നെയ്യും നമ്മൾ ചേർത്തു. അപ്പൊ നല്ല കുറുകി വന്നു. ഇനിയാണ് നമ്മൾ രണ്ടാം പാല് ചേർക്കാൻ പോകുന്നത്. എത്ര നേരം എടുക്കും രണ്ടാം പാലൊന്ന് നന്നായിട്ട് പിടിച്ചു വരാൻ? രണ്ടാം പാൽ ഇപ്പൊ ഓൾറെഡി നല്ല ചൂടായിട്ട് കിടക്കുവാണല്ലോ. എന്നാലും ഒരു 2-3 മിനിറ്റ് ഒന്ന് ആക്കി എടുത്താൽ മതി. ഒന്ന് തിളച്ചു വരും, ഒന്ന് ചെറിയതായിട്ട്. നിയ ചേച്ചി, എന്തായി? ഫ്ലാറ്റ് ലൈഫാണ്, അപ്പം ഓണമൊക്കെ ഫ്ലാറ്റിലാണ് അല്ല. എന്നാലും പിന്നെ ആലുവയില് ഞങ്ങൾക്ക് ഹസ്ബൻഡ് വീടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ വർക്കിന്റെ സൗകര്യത്തിനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ താമസിക്കുന്നതേ ഉള്ളൂ. അവിടെ വീടുണ്ട്, പക്ഷെ അവിടെ ഊഞ്ഞാലൊന്നും ഇല്ല. പിന്നെ ഇപ്പോഴത്തെ പിള്ളേരെന്നൊക്കെ പറഞ്ഞാൽ ഊഞ്ഞാലെന്നൊക്കെ പറഞ്ഞാൽ ഞാനൊന്ന് 2 തവണ ആട്ടും അവൻ ഇരിക്കും, അല്ലാതെ പിന്നെ അങ്ങനെ വലിയ ത്രില്ലൊന്നും ഇല്ല. ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്താന്ന് വെച്ചാല് ഊഞ്ഞാലാട്ടം അല്ലെങ്കിൽ നമ്മളെ പോലെ അന്ന് ചക്ക് കളി ആ സംഭവങ്ങളൊന്നുമില്ല. ഇപ്പൊ എല്ലാരും ഫോണില് ഗെയിം കളി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മാറ്റിയെടുക്കണം. കാരണം നമുക്ക് ഇത്രയും നല്ലൊരു ബാല്യകാലം ഉണ്ട് പറയാൻ, പക്ഷെ ഇവർക്കൊന്നും അതില്ല. എല്ലാം ഈ ഫോണിൽ നോക്കിയിരുന്ന് അതൊക്കെ തീർന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഫോഴ്സ് ചെയ്ത് കുറച്ച് ടൈമെങ്കിലും അവരോട് സ്പെൻഡ് ചെയ്ത് ആ ഒരു ബാല്യകാലം അവർക്ക് കൊടുക്കണം. അപ്പൊ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തായിരുന്നു. കാരണം ഒന്നാം പാൽ ഒഴിച്ചിട്ട് പിന്നെ എനിക്ക് അധികം നേരം ബോയിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇവര് സംസാരിക്കില്ല, കത്തി വെക്കില്ല. അതുകൊണ്ട് ഞാൻ അവരെ ശല്യപ്പെടുത്തില്ല. ഞാൻ അപ്പം തന്നെ സ്റ്റൗ ഓഫ് ചെയ്തായിരുന്നു. അങ്ങനെ നമ്മുടെ കരിക്ക് പ്രഥമൻ ദാ ഇങ്ങനെ റെഡിയായി.
ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇവർ പറയും ഞാൻ ഭയങ്കര കോൺഫിഡൻസോട് കൂടി തന്നെയാണ് റെഡിയാക്കിയത്. ഇനി ഇവർ പറയും എന്താണ് ദൈവമേ. നമുക്കത് കഴിക്കാം. നമുക്കൊരു ബൗളിലേക്ക് മാറ്റണ്ടേ? തീർച്ചയായിട്ടും. ചക്കര മുത്തേ, എന്റെ പഞ്ചസാരേ. അടിപൊളി, സൂപ്പർ, ഒന്നും പറയാനില്ല, കിടില. കിടിലം ചേച്ചി. എന്തായാലും ഇത് നമ്മുടെ പ്രേക്ഷകർ ട്രൈ ചെയ്യണം. ചേച്ചി താങ്ക് യു സോ മച്ച്. ഇന്ന് ഞങ്ങൾ ഇവിടെ ഒരുപാട് എൻജോയ് ചെയ്ത്. കാരണം എന്താ വെച്ചാൽ ഇന്ന് പൊന്നോണമാണ്, നമ്മുടെ പ്രേക്ഷകരെല്ലാം അവിടെ തിരക്കിലാണ്. പക്ഷെ എനിക്ക് ഉറപ്പാണ് ആരും ടി വിയുടെ മുമ്പിൽ നിന്ന് പോയിട്ടില്ല. കാരണം ഇവിടുത്തെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കാണും. അപ്പം നിങ്ങൾ ആരും വിഷമിക്കേണ്ട, ഉടനെ പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കോ. ഞങ്ങളപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാം. അൻഷി, എന്തോ ഇതൊരു കണ്ടെയ്നറിലാക്കി തരണം. അപ്പോൾ ഓക്കെ, ഞാൻ റെഡിയായി വരുമ്പോഴേക്കും ഇത് റെഡിയാക്കി കൊണ്ടുവരാം. അപ്പൊ ഹാപ്പി ഓണം. ഹലോ, രണ്ടാളോട് നിന്നേ. എന്താണ്? ഒരു പണിയുണ്ട്. അതെ, രണ്ടാളും നമ്മുടെ ഈ വിമ്മിന്റെ ഡിഷ് വാഷ് കൊണ്ട് ഈ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് പോയാൽ മതി. ഞങ്ങൾ ഇതിലേക്ക് വിളിച്ചത് അതൊന്നും എനിക്കറിയില്ല. നല്ല മധുരമുള്ളൊരു പായസം ഉണ്ടാക്കി കൊടുത്ത് കഴുകി വെക്കണം. വിമ്മിന്റെ ഡിഷ് വാഷ് ഉപയോഗിച്ച് കഴുകിയിട്ട് പോയാൽ മതി. ഇത് ഞങ്ങൾ വീട്ടിൽ ചെന്നിട്ട് വിമ്മ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അവിടെ വെച്ച് ഞങ്ങൾ പാത്രമൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് കഴിക്കൊള്ളാം. ഇവിടെ നീയാണ് ഇൻചാർജ്, നീയാണ് ഇവിടുത്തെ മെയിൻ അല്ലേ? അതെ. അപ്പൊ നീ തന്നെ കഴുകി വിമ്മോണ്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം അത് കുറച്ച് കഴിച്ചു. എന്നാ ശരി, ബൈ. അപ്പൊ ശരി, ഓക്കെ, ബൈ. ഓക്കെ. പൊന്നോണ ദിനത്തിലെ ഈ എപ്പിസോഡ് നിങ്ങൾ എല്ലാവരും ഒരുപാട് എൻജോയ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇവിടെ ഫുൾ ഫണ്ണായിരുന്നു. നല്ലൊരു മധുരമുള്ള രുചിക്കൂട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നിയ ചേച്ചിയും അതുപോലെ നമ്മൾ ഐഷുവും സമ്മാനിച്ചു. നാളെ അവിട്ട ദിനത്തിൽ നമ്മൾ വീണ്ടും കാണും. പൊന്നോണ രുചികൾ കോ പവർഡ് ബൈ വിം ആൻഡ് സ്പെഷ്യൽ പാർട്ട്ണർ പ്രസ്റ്റീജ് എഡ്ജ് ഗ്യാസ് സ്റ്റൗ. ടാറ്റാ.